എന്തിനാ ഈ പന്ന പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് ആഴം കൂടുതലാ, മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ, നനയും. ഞാൻ നിന്നെ കെട്ടട്ടെ? കരയാണോ? എന്താ, എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ? എന്റെ വീട്ടിനെ കുറിച്ച് അറിയാലോ? അറിയാം. അതെന്താ? പനിയിൽ നിന്നും വീണ് നടുവടഞ്ഞ അപ്പൻ, കാശില്ലാത്ത വീട്ടിലെ പെണ്ണ്, കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല. എന്താടാ നേശമണി? ജോലിക്ക് അപേക്ഷിക്കുക, അല്ലാതെന്താ? എന്നിട്ട് എന്തായി? കിടപ്പാടം പണയത്തിലായി, അത്രയും. ഈ സർക്കാർ ജോലി കിട്ടാൻ വലിയ പാടല്ലേ? അതിനേക്കാൾ ബുദ്ധിമുട്ടാ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ. ഞാൻ തരാം. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇത് മതിയോ? ഇപ്പൊ അത് മതി. അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കാം. വിഷമിക്കാടാ നേശമണി, ഈ പ്രാവശ്യം നിനക്ക് കിട്ടും. എനിക്ക് ചന്തെടുത്ത് കയറണം. ഞാൻ പോട്ടെ. ഏട്ടയാ, കിലോ 7 രൂപ. ഒരു 5 റുപ്പീസ് ആട്ടെ, 5 രൂപ. എടാ, സായിപ്പിന് കണ്ടമാനം പണമുണ്ട്. നീ എന്തിനാ വില കുറച്ച് സായിപ്പിനെ സഹായിക്കുന്നത്? എന്നാ കൊടുക്ക്. ശില്പങ്ങളൊക്കെ അടക്കി വെയ്യണം, എന്നൊന്നാ കളിക്കുന്ന. എനിക്ക് കരിപ്പറ്റിയൊന്നുമില്ലേ? ഇല്ല, അമ്മ നാളെ കൊണ്ടുവരും. എന്തിനാണ് അമ്മയെ പറഞ്ഞിരിക്കുന്നത്? നീ എന്നെ കൊണ്ടുവന്നാ മതി. നല്ല വില നല്ല സായിപ്പ് കരിപ്പറ്റിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ ആ വിലക്ക് കരിപ്പറ്റി ഇവന്മാർ തരുമെന്നാണ് എന്റെ സംശയം. ഇല്ലെങ്കിൽ അമ്മ കരിപ്പറ്റി വേണ്ടടാ. വേറെ നിവൃത്തിയില്ലാതെ കരിപ്പറ്റി കൊടുത്തോണ്ട് വരും. അല്ല, അതും ശരിയാണ്. നല്ല വലിയ കരിപ്പട്ടി. 5, 6, 9 രൂപ. 9 രൂപയോ? ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് 11 രൂപ കിട്ടിയതാണല്ലോ. അത് ഇന്നലെ. ഇന്ന് വില കുറഞ്ഞു പോയി. സായിപ്പന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുക, 2 വില കുറഞ്ഞു പോയി, അതുകൊണ്ട് ഈ വിലക്ക് എടുത്തേച്ചാൽ മതിയെന്ന്. ഈ വിലക്ക് വിറ്റാലേ ഞങ്ങൾക്ക് മുതലാവില്ല. വിറകിന് തന്നെ എന്ത് വിലയാണെന്ന് അറിയാമോ? ഈ വിലയെ തരാൻ പറ്റൂ. എന്നാ കരിപ്പെട്ടി ഇങ്ങ് തരും, ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് വരാം. അങ്ങനെയല്ലേ എടുക്കാതെ. ഇനിയും കൂടുതൽ വില വരണമെങ്കിൽ കരിപ്പട്ടി അല്ലാതെ വേറെ കൂടി തരേണ്ടി വരും. എടാ പാലയ്യ, ആ കരിപ്പട്ടികളോട് അവര് വീട്ടിൽ പോയി ആണുങ്ങളോട് ചോദിച്ചിട്ട് വരട്ടെ. ആരോട് ചോദിച്ചിട്ട് വന്നാലും ഈ വിലയെ തരാൻ പറ്റൂ എന്ന് നിങ്ങളെ കൊണ്ട് പറഞ്ഞാൽ മതിയോ? കഷ്ടപ്പെടുന്നത് ഞങ്ങളാ. നേരത്തെ പോകേണ്ട കരിപ്പട്ടി ചെമ്മാടിത്തരം കാണിക്കരുത്. കാണിച്ചോണ്ടേ. കരിപ്പട്ടി പെറുക്കിയതാ. നീയാണത് പറയാൻ? എന്റെ ഈ നടി വാങ്ങിക്കാതെ പെറുക്കിയിടാൻ അതിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. നിന്റെ സായിപ്പിനോട് എന്ന് പറഞ്ഞേക്ക്, തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കില്ലെന്ന്. ചോര വെള്ളമാക്കിയിട്ടുള്ള ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കൊഴുത്ത് കാറി ചുറ്റി നടക്കുന്ന നിന്റെ സായിപ്പിനത് മനസ്സിലാവില്ല. നിനക്കറിയാമോടാ, ഇത് വിറ്റ കാശ് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയും. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു. ഇന്ന് തന്നെ അവൻ അടിച്ചൊതുക്കണം, അല്ലെങ്കിൽ നോ 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 വേണ്ട.
ഇവനൊക്കെ കൈക്കൂലി കൊടുത്ത് വശത്താക്കുകയാണ് വേണ്ടത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. നീ പോടാ, നാട്ടുകാർ മുമ്പിൽ തല്ലുകൊണ്ടത് ഞാനാണ്. അല്ല അസാരമില്ല, നമ്മളിമാരോട് പിണങ്ങിയാൽ വേഗത്തിലൂടെ കച്ചവടത്തിന് വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് ശരിയാ. എന്താ കലരാശന്റെ മുഖത്തിൽ വല്ലായ്മ? സായിപ്പിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത്. മേലെ അതുണ്ടാവില്ല. ചേ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ആ, ഇനി മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കമ്പനിയിൽ ജോലി ചെയ്യും. മാസം ശമ്പളവും വാങ്ങിക്കും. അത്ര തന്നെ. ആ, അത് പിന്നെ ആലോചിക്കാം. നാളെ ഒരു 50 രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോണം. ഞാൻ സണ്ണിയോട് പറഞ്ഞേക്കാം. എടാ, ഞാൻ വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും ജയിലിൽ പിടിച്ചിടാൻ കഴിയും. പക്ഷെ അത് കാരണം നമ്മുടെ ബിസിനസ് തകരാറാൻ പാടില്ല. ബിസിനസ് വരുന്നു. പക്ഷിമൃഗാദികളും കാണുന്നില്ല. അത് പൂമ്പാറ്റി. ഞാനൊന്നും വെടി വെച്ചോട്ടെ. ആ ശരി, ഞാനത് പിടിക്കൂ. പിടിക്കൂ. ആ വേറകത്തിടൂ. ആ വേറകത്തിൽ ഇതിൽ വലിക്കൂ. കാണിച്ചു വലിക്കൂ. അതോ ഒരു പറ്റി, അതോ ഒരു പറ്റി. തലമേലെ തലമേലെ. അയ്യോ, ആരാണ് എന്റെ അക്കാനിക്കരം പൊട്ടിച്ചത്? സായിപ്പേ, എനിക്ക് നിൽക്കാനും ഇരിക്കാനും സംസാരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര വയറ്റ് വേദന. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. അവന്റെ ഒരു അഹമ്മതി. നീ വാ. നീ അറിഞ്ഞോ, അപ്പൻ എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോവാണ്. സത്യമാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? മാര്യമ്മനാണ് സാക്ഷി. ഈ വിലക്ക് ഞാൻ വിൽക്കാൻ പോകുന്നില്ല. ഒരൊറ്റ കരിപ്പട്ടി സായിപ്പിന് ഇരിക്കരുത്. അപ്പോൾ അയാൾ താനെ വില കൂട്ടിക്കുന്നു. അന്നത്തെ കരിപ്പട്ടി വെച്ച് അന്നന്ന് അരിയും മരിച്ചേനും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മള്. 2 ദിവസം പട്ടിണി കിടക്കുമ്പോ നമ്മൾ തന്നെ തോന്നിയ വിലക്ക് കൊണ്ടുവന്ന് വിൽക്കും. എന്നും പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കും. ശരിയാണോ? കച്ചവടക്കാർ